ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ടു ക്രിപ്റ്റോമൈനിങ് ഗരാജ്. ക്രിപ്റ്റോമൈനിങ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്നത് 60C സൂപ്പറിൻ്റെ ഒരു റിഗ്ഗാണ്. ബാക്കിയുള്ള റിഗ്സൊക്കെ നമ്മൾ പുതിയൊരു മൈനിങ് സെറ്റപ്പിലോട്ട് മാറിയിട്ടുണ്ട്, ഒരു ഓഫീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ റിഗ്സും ഇനിയിപ്പോൾ അവിടെ കൊണ്ടുപോകണം ഓരോന്നോരോന്നായിട്ട്. അവിടെ സെറ്റപ്പ് ചെയ്ത് എല്ലാ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രിക്കലിൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ കുറേ പുതിയ കാർഡ്സും അവിടെ വാങ്ങുന്നുണ്ട്. ഒരു അത്യാവശ്യം ഒരു വലിയൊരു സെറ്റപ്പാണ് അവിടെ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള റിഗ്സ് എല്ലാം അങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. ഇവിടെ ഒരു 60C സൂപ്പറിൻ്റെ ഒരു റിഗ് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ കറണ്ട് സെറ്റപ്പിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ മൈനിങ് ഫാമിലോട്ട് പുതിയൊരു ASIC മൈനർ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ASIC മൈനറാണ്. അപ്പോൾ ഇത് ഇത്തീരിയം ASIC മൈനറാണ്. ഇപ്പോൾ ഇത്തീരിയം കഴിയാറായി. എന്തുകൊണ്ടത് വാങ്ങിയതെന്നാണ്, നമുക്ക് ഇത്തീരിയം ക്ലാസിക് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് IPOLLO V1 മിനി എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഇതിൽ നമുക്ക് ഏകദേശം 6-7 കോയിനോളം മൈൻ ചെയ്യാൻ പറ്റും ETHലുള്ളത്. പിന്നെ ഇത്തീരിയം ക്ലാസിക് മൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തീരിയം ഓൾമോസ്റ്റ് ഇനി ഒരു 4 ഡേയ്സും കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് ഇത്തീരിയം ക്ലാസിക്കിലോട്ട് മാറ്റാം. കുറച്ചുകൂടി എഫിഷ്യൻ്റായിട്ട് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ASIC മൈനർ ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് മോഡലാണ്. IPOLLO എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. V1 മിനി എന്നാണ് പേര്. ഇതിൻ്റെ 6GB ആണ് മെമ്മറി വരുന്നത്. അപ്പോൾ ഇത്തീരിയം ക്ലാസിക് നമുക്ക് അത്യാവശ്യം ഒരു 2031 വരെയൊക്കെ മൈൻ ചെയ്യാൻ പറ്റും. ഇത് 240 വാട്ട്സിൽ നമുക്ക് 300 ഹാഷ് റേറ്റിന് മേലെ തരും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഇതൊരു വൈഫൈ ആൻറ്റിനയാണ്. ഇത് വൈഫൈ സപ്പോർട്ട് ചെയ്യും. ഇതൊരു വൈഫൈ ആൻറ്റിനയാണ്. ഒരു കയ്യിൽ ഇത് തുറന്നെടുക്കാൻ കുറച്ച് കഷ്ടമുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം വന്നു. ഇത്രയും ചെറിയൊരു സാധനമാണ്. വളരെ ചെറുതാണ് ഈ ബോക്സ് വരുന്നത്. ഏകദേശം 300 ഹാഷ് റേറ്റ് നമുക്കിതൊന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഇതൊന്ന് ഫുള്ളായി ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പൊന്ന് എടുക്കാം. ഇത്രയും വളരെ ഹാൻഡി ആയിട്ടുള്ള ചെറിയൊരു മൈനറാണിത്. ഇതിൻ്റെ കൂടെ നമുക്ക് പവർ കേബിൾ വരുന്നുണ്ട്. ഇത് പവർ സപ്ലൈ ആണ് വരുന്നത്. ഇതിന് എക്സ്റ്റേണൽ പവർ സപ്ലൈ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ആ പവർ സപ്ലൈയും വരുന്നുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട്. IP റിപ്പോർട്ട് ചെയ്യുന്ന അതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ഫോൾട്ടും നോർമൽ അങ്ങനെ 2 ലൈറ്റ്സ് ഉണ്ട്. ഫോൾട്ട് ആണെങ്കിൽ റെഡ് വരും, നോർമൽ വർക്കിംഗ് ആണെങ്കിൽ ഗ്രീൻ ബ്ലിങ്ക് ചെയ്യും. പിന്നെ അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്കൊരു മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ട്സ് ഉണ്ട്. 2 6 പിൻ വരുന്നുണ്ട്. അതാണ് പവർ വരുന്നത്. അത് നമ്മുടെ ഈ പവർ പവർ ബ്രിക്കിൽ നിന്ന് പവർ കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫാൻസ് വരുന്നുണ്ട്. ഒരു ലാൻഡ് പോർട്ട് വരുന്നുണ്ട് ഇൻ്റർനെറ്റിന് വേണ്ടിയിട്ട്. വൈഫൈയുടെ ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഇതിൻ്റെ കണക്ഷൻസ്. അപ്പോൾ നമുക്കിനി പവർ ബ്രേക്ക് കൂടി തുറന്നിട്ട് എത്ര വാട്ട്സാണ് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതിൻ്റെ പവർ ബ്രേക്കിൽ വരുന്നത് 180 വാട്ട്സിൻ്റെ 2 ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ടോട്ടൽ എടുക്കുന്നത് ഒരു 250 വാട്ട്സ് ടോട്ടൽ കൺസംഷൻ വരുള്ളൂ. അപ്പോൾ 2 പോർട്ടിലും 180 വാട്ട്സ് ഇതിൽ ഔട്ട്പുട്ട് മാക്സിമം ഔട്ട്പുട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ കേബിൾസൊക്കെ ഭയങ്കര തിക്കാണ്. നല്ല പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ലൈഫും കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാത്തിനും സ്റ്റാൻഡ് ഓഫ്സ് ഉണ്ട്. നമുക്കിതിങ്ങനെ നിർത്തി വയ്ക്കാൻ പാകത്തിൽ അടിയിൽ റബ്ബർ പാഡ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ ഇൻപുട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ മൈനറിലും അടിയിൽ ഇതേപോലെ റബ്ബറിൻ്റെ സ്റ്റാൻഡ് ഓഫ്സ് വരുന്നുണ്ട്. അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ IPOLLO
ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. IPOLLO V1 mini Wi-Fi എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡലിൻ്റെ പേരാണ്. സെർവർ മോഡൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ 300 MHz ഇതിൻ്റെ ഹാഷ് റേറ്റ് കാണിച്ചിട്ടുണ്ട്. 6 GB DAC സൈസ് വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ മെമ്മറി 6 GB ആണ്. സൈസ് മാക്സിമം 5.8 വരെ യൂസ് ചെയ്യും. ETH ആണ് കാണിച്ചിരിക്കുന്നത്. കൺസംഷൻ കാണിച്ചിരിക്കുന്നത് 240 watts ആണ്. അപ്പോൾ അത്യാവശ്യം എഫിഷ്യൻ്റ് ആണ് ഈ സിസ്റ്റം. ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൽ എഫിഷ്യൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ വീഡിയോ ആയിരിക്കും ഫസ്റ്റ് ഇന്ത്യയിലുള്ള റിവ്യൂ വീഡിയോ. ഇത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 2 months മുമ്പാണ് ഈ മോഡൽ ലോഞ്ച് ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് മോഡൽസേ ഉണ്ടാവുള്ളൂ, വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാനിത് സെറ്റപ്പ് ചെയ്യുന്നതും ഇതിൻ്റെ എങ്ങനെ ASIC മൈനർ സെറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. ഇതൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലിക്ക് ഒരു പുതിയൊരു ASIC മൈനറും കൂടി വന്നിരിക്കുകയാണ്, ഒരു പുതിയൊരാളും കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് പോവാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ. ടേക്ക് കെയർ.